മരുഭൂമിയിലൂടെ ദീർഘദൂരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള കല്ല് ശ്രദ്ധയിൽപ്പെടുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അതൊരു സ്വർണ്ണക്കല്ലാണെന്ന് മനസ്സിലാകുന്നത്. തൻ്റെ പങ്കാളി കുറച്ചകലെ നിൽക്കുകയാണ്. അവനെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ആദ്യം ചിന്തിച്ചെങ്കിലും അവസാനം അവനെ വിളിക്കുന്നു. രണ്ടുപേരും കൂടെ അത് വെളിയിലെടുക്കുവാനുള്ള പ്ലാനിലാണ്. പ്ലാൻ പ്രകാരം കുഴിക്കുവാൻ തുടങ്ങി. കുഴിച്ച് അവസാനം ലക്ഷ്യം കണ്ടു. ഒരു യമണ്ടൻ സ്വർണ്ണക്കല്ല്. അത് വലിച്ചു നോക്കിയെങ്കിലും അനക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. വണ്ടിയിലുണ്ടായിരുന്ന കയർ സ്വർണ്ണക്കല്ലിൽ കെട്ടുന്നു. വണ്ടി ഉപയോഗിച്ച് വലിക്കുന്നു. കയർ പൊട്ടിയതല്ലാതെ കല്ല് ഒരടി അനങ്ങിയില്ല. രാത്രിയായി. ക്യാമ്പ് ഫയർ കത്തിക്കുന്നു. ഗോൾഡ് കിട്ടിയ സന്തോഷത്തിൽ രണ്ടുപേരും പാട്ടൊക്കെ പാടി രണ്ടെണ്ണം അടിച്ച് എൻജോയ് ചെയ്യുന്നു. ഈ കല്ല് ഇളക്കണമെങ്കിൽ JCB വേണം. മരുഭൂമിയിൽ ജീവിച്ച് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ഈ ഗോൾഡിന് കാവലിരിക്കാം. നീ പോയി വണ്ടി സംഘടിപ്പിച്ചുകൊണ്ട് വരുവാൻ കൂട്ടാളി പറയുന്നു. പക്ഷേ നായകന് കൂട്ടാളിയെ വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് പങ്കാളി തന്നെ വണ്ടി സംഘടിപ്പിച്ചാൽ മതിയെന്നും താൻ ഇവിടെ കാവലിരിക്കാമെന്നും പറയുന്നു. അടുത്ത ദിവസം അവരുടെ കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും സമമായി പങ്കുവയ്ക്കുന്നു. കോൺടാക്റ്റ് ചെയ്യാൻ സാറ്റലൈറ്റ് ഫോൺ രണ്ടുപേരുടെയും കയ്യിലുണ്ട്. പങ്കാളി വണ്ടി തേടി യാത്രയാകുന്നു. നായകൻ ഗോൾഡ് മണ്ണിട്ട് മൂടുന്നു. മരത്തിൽ ഒരു ടെൻറ്റ് കെട്ടുന്നു. രാത്രിയിൽ ക്യാമ്പ് ഫയറിനായി തടി തേടി യാത്രയാകുമ്പോൾ ഒരു തകർന്ന വിമാനം കാണുന്നു. സൂര്യൻ്റെ ചൂടിൽ നിന്നും വൈൽഡ് ആനിമൽസിൽ നിന്നും രക്ഷ നേടാൻ അവിടെ കിടക്കാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് നോക്കിയാൽ ഗോൾഡ് ഇരിക്കുന്നിടം കാണാനാകില്ല. അതുകൊണ്ട് വിമാനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ മരത്തിൻ്റെ അടുത്ത് ടെൻറ്റ് കെട്ടി. അവിടെ നല്ല പെർഫെക്റ്റ് വ്യൂ കിട്ടും. ആ ടെൻറ്റിൽ സമാധാനത്തോടെ അവൻ കിടന്നുറങ്ങുന്നു. അടുത്ത ദിനം നായകൻ്റെ മുഖത്ത് കുറച്ച് ബ്രൂയിസസ് വരുന്നത് അവൻ ശ്രദ്ധിക്കുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ ഗോൾഡിൻ്റെ ഒരു ഭാഗം കല്ലുകൊണ്ട് അടിച്ചെടുക്കുന്നു. ഒരു ഫുട്ബോളിൻ്റെ വലിപ്പമുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭാഗം. ഇവിടെ കിടന്ന് ചാകുന്നതിലും നല്ലത് അതുകൊണ്ട് രക്ഷപ്പെടുന്നതാണെന്ന് നായകന് തോന്നി. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ JCB റെഡിയായെന്നും 2 ദിവസത്തിനുള്ളിൽ അവിടെ എത്തുമെന്നും പങ്കാളി വിളിച്ചു പറയുന്നു. അത്യാഗ്രഹം കൊണ്ട് അവിടെ തന്നെ 2 ദിവസം വെയിറ്റ് ചെയ്യാൻ നായകൻ തീരുമാനിക്കുന്നു. അവൻ വളരെ ക്ഷീണിതനാണ്. വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അതിലേ പോയ ഒരു പാവം പാമ്പിനെ അങ്ങ് തട്ടി വയറ്റിലാക്കാമെന്ന് കരുതുന്നു. കത്തിയും കൊണ്ട് അതിനെ തട്ടാൻ ചെല്ലുമ്പോൾ ജീവനും കൊണ്ട് അത് രക്ഷപ്പെടുന്നു. പക്ഷേ ആ സാഹസത്തിൻ്റെ ഇടയ്ക്ക് ആകെ ഉണ്ടായിരുന്ന കുടിവെള്ളം മറിഞ്ഞു പോകുന്നു. ഭക്ഷണം തേടി അവൻ വിമാനത്തിനടുത്തെത്തി. അവിടെ ഒന്നുമില്ല. ദൂരെ നിന്ന് ആരോ വരുന്നത് കാണുന്നു. അവരെ കണ്ടതും അവൻ പെട്ടെന്ന് ഒളിച്ചു. എന്നാൽ അവനെ അവർ കണ്ടിരുന്നു. മരുഭൂമിയിൽ ഭക്ഷണമില്ലാതെ അലയുന്ന അവനെ കണ്ട് വറുത്ത പാമ്പിൻ്റെ കഷ്ണം നീട്ടുന്നു. അവരെ വിശ്വാസമില്ലാത്ത അവൻ അത് നിരസിക്കുന്നു. ഇവനിൽ എന്തോ അസ്വാഭാവികത കണ്ട അവർ അവൻ്റെ പിറകെ തന്നെ ഫോളോ ചെയ്തു പോകുന്നു. നീ ഇവിടെ എന്തോ മറയ്ക്കുന്നുണ്ട്. എന്താണത്? ചുമ്മാ ടെൻറ്റ് കെട്ടി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമെന്ത്? അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവരുടെ ചോദ്യങ്ങൾ കേട്ട് സഹികെട്ട നായകൻ അവരുടെ തലക്കിട്ട് മമ്മട്ടി കൊണ്ടൊരു കാച്ച് കൊടുത്തു. സ്പോട്ടിൽ അവർ തീർന്നു. അവരുടെ ശവം കുഴിച്ചിടുന്നു. നായകൻ അവരിൽ നിന്നും കിട്ടിയ ഭക്ഷണവും വെള്ളവും യൂസ് ചെയ്യുന്നു. കുറേ പട്ടികൾ വന്ന് അവരുടെ ശവം കടിച്ചു വലിക്കുന്നു. ആ പട്ടികളെ ഓടിച്ചു വിട്ടിട്ട് ആ ബോഡി അവൻ കത്തിക്കുന്നു. പങ്കാളി നായകനെ സാറ്റലൈറ്റ് ഫോൺ മുഖേന വിളിച്ചിട്ട് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ എത്തുമെന്ന് പറയുന്നു. ആ സമയം ഒരു വണ്ടി അതിലേ പോകുന്നു. ഗോൾഡിനെക്കുറിച്ച് വിവരം ലഭിക്കാതിരിക്കാൻ അവൻ അവർ കാണാതെ മറഞ്ഞിരിക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു വലിയ മണൽക്കാറ്റ് വീശുന്നു. തൻ്റെ കയ്യിലുള്ള സ്വർണ്ണക്കട്ടിയുമായി രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കുന്നു. അതുമായി പോകുന്ന വഴിയിൽ ടെൻറ്റ് പൊളിഞ്ഞ് അവൻ്റെ ദേഹത്തേക്ക് പതിക്കുന്നു. ആ മണൽക്കാറ്റ് പോയി. ബോധം വന്ന നായകൻ്റെ വയറിലൂടെ ഒരു കമ്പി തുളച്ച് കയറിയിരിക്കുന്നു. അതും വെച്ചുകൊണ്ട് ആ ഗോൾഡ് കട്ടിയുടെ അടുത്ത് നായകൻ പോയി കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അവൻ അത് വലിച്ചൂരി തീക്കൊള്ളി ഉപയോഗിച്ച് മുറിവിൽ അമർത്തുന്നു. ബ്ലീഡിങ് നിൽക്കുകയും ബോധം പോവുകയും ചെയ്യുന്നു. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആ ലേഡി ഒരമ്പുമായി തന്നെ ലക്ഷ്യം വെച്ച് നോക്കുന്നു. താൻ ഹാലുസിനേറ്റ് ചെയ്യുകയാണെന്ന് കരുതി അവൻ മയങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് ഉറക്കമുണർന്ന നായകൻ പങ്കാളിയെ വിളിക്കുന്നു. അടുത്ത് തന്നെയുണ്ട്, ഉടനെ എത്തുമെന്ന് പങ്കാളി പറയുന്നു. അവൻ ചുറ്റും നോക്കുന്ന വഴി ആ ലേഡിയെ പിന്നെയും കാണുന്നു. ഇവർ മുൻപ് വന്ന സ്ത്രീയുടെ സഹോദരിയാണ്. തൻ്റെ സഹോദരിയെ അന്വേഷിച്ച് വന്നതാണ്. കത്തിച്ച് കളഞ്ഞതുകൊണ്ട് തന്നെ അവരെ അറിയില്ലെന്ന് നായകൻ പറയുന്നു. ആ ലേഡി അവിടെ നിന്നും പോകുന്നു. നായകൻ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ കുറേ ക്യാമ്പ് ഫയർ ചുറ്റും കാണുന്നു. അവൻ്റെ അവസ്ഥ കണ്ട് വൈൽഡ് ആനിമൽസിൽ നിന്നും രക്ഷിക്കാൻ ആ ലേഡി ചെയ്തിട്ട് പോയതാണ്. ക്യാമ്പ് ഫയർ അണഞ്ഞു കഴിയുമ്പോൾ കുറേ ആനിമൽസ് വന്ന് നായകനെ അറ്റാക്ക് ചെയ്യുന്നു. ആ വൈൽഡ് ആനിമൽസിൻ്റെ അറ്റാക്കിൽ നായകൻ അവിടെ കിടന്ന് മരിക്കുകയാണ്. ഇതെല്ലാം പങ്കാളി ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. 2 ദിവസം മുൻപേ വണ്ടിയുമായി അയാൾ അവിടെ എത്തിയിരുന്നു. ഒറ്റയ്ക്ക് അത് മുഴുവൻ അടിച്ചു മാറ്റുവാൻ വേണ്ടി നായകൻ മരിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവൻ്റെ മരണത്തിന് ശേഷം അയാൾ വണ്ടിയുമായി അവിടെ എത്തുന്നു. പെട്ടെന്ന് അയാളുടെ നെഞ്ചത്ത് ഒരു അമ്പ് വന്ന് തറയ്ക്കുകയാണ്. അവിടെ സിനിമ അവസാനിക്കുന്നു. പണ്ടെങ്ങോ കേട്ടുമറന്ന കള്ളൻ്റെ കഥയുമായി ഇത് ഓർമ്മ വരുന്നു. ഒരുപക്ഷെ ആ ലേഡി ആയിരിക്കാം ആ അമ്പ് വിട്ടത്. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.